ഹായ് കൂട്ടുകാരെ, ഞാൻ മിറാന. ഡോഡോ ആനിമേഷൻസ് ഒരുക്കുന്ന കഥകളുടെ മാന്ത്രിക ലോകത്തേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. അറിവിന്റെ ലോകത്തേക്ക് കടക്കുന്ന കൊച്ചു കൂട്ടുകാർക്കായി രസകരമായ ഗുണപാഠ കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് കുസൃതിയായ ഒരു മാൻകുട്ടിയുടെയും അമ്മയുടെയും കഥയാണ്. മാനമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. വലിയ കുസൃതിക്കാരനായിരുന്നു അവൻ. ഒറ്റയ്ക്ക് കാടൊക്കെ ചുറ്റിക്കാണണമെന്നായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി അവൻ കാട്ടിലേക്ക് ഓടുമ്പോൾ മാനമ്മ അവനോട് പറയും, മോനെ, നീ കുഞ്ഞാണ്. വലുതായി കഴിയുമ്പോ കാട് മുഴുവൻ നിനക്ക് ഒറ്റയ്ക്ക് ചുറ്റിക്കാണാമല്ലോ. നമുക്ക് ചുറ്റും ശത്രുക്കൾ തക്കം പാർത്തിരിപ്പുണ്ട്. അത് കേട്ട് അവൻ നിരാശയോടെ കൂട്ടിലേക്ക് മടങ്ങും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാൻകുട്ടി പതിവിലും നേരത്തെ ഉറക്കമുണർന്നു. മാനമ്മയാകട്ടെ നല്ല ഉറക്കവും. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് കാട് മുഴുവൻ ചുറ്റിക്കാണാൻ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങി നടന്നു. പൂക്കളുടെയും ശലഭങ്ങളുടെയും കാട്ടരുവികളുടെയും സൗന്ദര്യം ആസ്വദിച്ച് അവൻ സന്തോഷത്തോടെ നടന്നു. പെട്ടെന്ന് ഭയങ്കരമായൊരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. കടിച്ചു കീറാൻ മുന്നോട്ട് വന്ന സിംഹങ്ങളെ കണ്ടപ്പോൾ അവനൊരു ഉപായം തോന്നി. നിൽക്കൂ ശക്തന്മാരെ, ഇത്തിരി പോന്ന എന്നെ രണ്ടുപേരും കൂടി ഭക്ഷിച്ചാൽ ആരുടെ വയറും നിറയില്ല. നിങ്ങളിൽ കൂടുതൽ ശക്തിയുള്ളവൻ എന്നെ ഭക്ഷിക്കട്ടെ. ഇത് കേട്ട ഉടൻ സിംഹങ്ങൾ തല്ലു തുടങ്ങി. നിങ്ങൾ തമ്മിൽ തല്ലി നേരം കളയണ്ട. ആ കാണുന്ന മരത്തിൽ തൊട്ട് ആദ്യം തിരിച്ചു വരുന്ന ആൾക്ക് എന്നെ ഭക്ഷണമാക്കാം. ഇത് കേൾക്കേണ്ട താമസം മരത്തിൽ തൊടാനായി മണ്ടന്മാരായ സിംഹങ്ങൾ ഓടി. മാൻകുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൻ ജീവനും കൊണ്ട് പാഞ്ഞു. ഓടി ഓടി അവൻ തൻ്റെ അമ്മയുടെ അരികിലെത്തി. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ അവൻ അമ്മയോട് മാപ്പ് പറഞ്ഞു. പിന്നീട് ഒരിക്കലും അവൻ അനുസരണക്കേട് കാണിച്ചിട്ടേയില്ല. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്തു മനസ്സിലായി? മുതിർന്നവരുടെ വാക്ക് അനുസരിക്കാതിരുന്നാൽ ആപത്തിൽ ചെന്ന് ചാടും എന്നല്ലേ? ഇനി നമുക്ക് ശക്തന്മാരായ രണ്ടാടുകളുടെ കഥ കേൾക്കാം. ദൂരെ ഒരു കാട്ടിൽ അഗാധമായൊരു കൊക്കയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വശത്ത് നിറയെ ഇളം പുല്ലുള്ള കുന്നിൻ ചെരുവും മറ്റേ വശത്ത് ഒരു കുളവും ഉണ്ടായിരുന്നു.
കൊക്കയുടെ കുറുകെയുള്ള വീതി കുറഞ്ഞ പാലത്തിലൂടെ പോയാലേ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാനും പുല്ല് തിന്നുവാനും കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കറുമ്പനാട് പുല്ല് തിന്നാനായി കുന്നിൻ ചെരുവിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴതാ പാലത്തിന്റെ എതിർവശത്തു നിന്നും വെളുമ്പനാട് വരുന്നു. രണ്ടുപേരും പാലത്തിൽ കയറി നടക്കുവാനും തുടങ്ങി. വെളുമ്പ, രണ്ടുപേർക്കും ഒരുമിച്ച് പാലത്തിലൂടെ നടക്കാൻ കഴിയില്ല എന്നറിയില്ലേ? വേഗം പുറകോട്ട് ചെന്ന് മാറി നിൽക്ക്, എനിക്ക് പുല്ല് തിന്നാൻ പോകണം. എടാ കറുമ്പ, ഞാൻ ദാഹിച്ചിട്ട് വരികയാണ്, എനിക്ക് വെള്ളം കുടിക്കണം. ഞാൻ പോയതിനു ശേഷം നീ പോയാൽ മതി. വാശി മൂത്ത ആടുകൾ പൊരിഞ്ഞ തല്ലു തുടങ്ങി. രണ്ടാടുകളും തുല്യ ശക്തരായിരുന്നു. പരസ്പരം വിട്ടുകൊടുക്കാതെ കുറെ നേരം കൊത്തിയും തൊഴിച്ചും അവർ മത്സരിച്ചു. ഒടുവിൽ രണ്ടുപേർക്കും ജയിക്കാനാവില്ലെന്ന് ബോധ്യമായി. ചങ്ങാതി, നാം തുല്യ ശക്തരാണ്. ഇങ്ങനെ കലകിച്ചു കൊണ്ടിരുന്നാൽ എന്റെ വിശപ്പും മാറില്ല, നിന്റെ ദാഹവും മാറില്ല. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കാം. നീ പോയി വെള്ളം കുടിച്ചോളൂ, അതിനുശേഷം ഞാൻ പോയിക്കോളാം. ചങ്ങാതി, നീയാണ് ആദ്യം പാലത്തിൽ കയറിയത്, അതുകൊണ്ട് നീ പോയതിനു ശേഷം ഞാൻ പോകാം. അങ്ങനെ അവരുടെ കലഹവും വാശിയും തീർന്നു. കൂടാതെ കറുമ്പന് വയറ് നിറയെ പുല്ലും വെളുമ്പന് ദാഹം തീരുവോളം വെള്ളവും കിട്ടി. വാശി മൂത്ത് അടിപിടി കൂടിയ ആടുകൾ അല്പം ക്ഷമ കാണിച്ചപ്പോൾ പ്രശ്നം തീർന്നത് കണ്ടില്ലേ? ഇനി മുതൽ നിങ്ങൾ ആരും ഒരു കാര്യത്തിലും വാശി കാണിക്കില്ലല്ലോ, അല്ലേ? കൂട്ടുകാർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ ഇനി ഒരു പാട്ട് കേൾക്കാം. അടുത്ത കഥ ഒരു പാവം മൈനയുടേതാണ്. നല്ല കൂട്ടുകാരായിരുന്നു മൈനയും കുരങ്ങനും. മൈന എന്നും തീറ്റ തേടി പുഴയുടെ അക്കരെ പോകുമായിരുന്നു. തിരിച്ചു വരുമ്പോൾ പഴങ്ങളും മറ്റും കൊണ്ടുവന്ന് ചങ്ങാതിയായി കുരങ്ങിന് കൊടുക്കുക പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തനിക്ക് കിട്ടിയ മാമ്പഴവുമായി കുരങ്ങൻ മൈനയുടെ കൂട്ടിലെത്തി. അപ്പോൾ മൈന വിഷമിച്ചിരിക്കുന്നത് അവൻ കണ്ടു. കൂട്ടുകാരാ, ഞാൻ ഇന്നൊരു മുട്ടയിട്ടു. തീറ്റ തേടി തിരിച്ചു വരുമ്പോ അത് കാണാനില്ല. സാരമില്ല, ഒരു മുട്ടയിലേ പോയത്. നിനക്ക് ഇനിയും മുട്ടയിടാമല്ലോ. ഇതാ, ഈ മാമ്പഴം കഴിച്ചോളൂ. പിറ്റേന്ന് പാറപ്പുറത്ത് കിടക്കുകയായിരുന്നു കുരങ്ങൻ. അപ്പോൾ മൈന അവിടേക്ക് പറന്നു വന്നു. കൂട്ടുകാരാ, ഞാൻ ഇന്നിട്ട മുട്ടയും കാണാനില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നിന്റെ മുട്ടയെടുത്തവൻ ആരായാലും ശരി, അവനെ വെറുതെ വിടരുത്. അങ്ങനെ അടുത്ത ദിവസം അവർ എങ്ങോട്ടും പോകാതെ മരക്കൊമ്പിൽ പതുങ്ങിയിരുന്നു. അപ്പോൾ ഒരു പാമ്പ് മുട്ടയെടുക്കാനായി
കൂട്ടിലേക്ക് വരുന്നത് അവർ കണ്ടു. മൈന വേഗം ചെന്ന് അവന്റെ തലയിൽ ഒരു കൊത്തു കൊടുത്തു. ഈ തക്കം നോക്കി കുരങ്ങൻ വലിയ ഒരു ചക്കയെടുത്ത് പാമ്പിന്റെ പുറത്തിട്ടു. പിന്നീട് ആ ദുഷ്ടന്റെ ശല്യം ഉണ്ടായിട്ടേയില്ല. തന്റെ മുട്ടകളെ രക്ഷിച്ച കുരങ്ങനോട് മൈന നന്ദി പറഞ്ഞു. പാവം മൈനയുടെ മുട്ടകൾ തട്ടിയെടുത്ത് ദുഷ്ടനായ പാമ്പിന്റെ ഗതി കണ്ടില്ലേ? എല്ലാ ചതിയന്മാരുടെയും ഗതി ഇത് തന്നെ. കുരങ്ങന്മാരെ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ? ഇനി നമുക്ക് മിടുമിടുക്കന്മാരായ കുരങ്ങന്മാരുടെ കഥ കേൾക്കാം. പണ്ടൊരു കാട്ടിൽ കൂട്ടുകാരായിരുന്ന 3 കുരങ്ങന്മാരുണ്ടായിരുന്നു. വലിയൊരു മരത്തിലായിരുന്നു 3 പേരുടെയും താമസം. അങ്ങനെ ഇരിക്കെ മറ്റൊരു കുരങ്ങൻ അതുവഴി വരുന്നത് അവർ കണ്ടു. സുഹൃത്തെ, നീ എവിടെ നിന്നാണ് വരുന്നത്? മുമ്പെങ്ങും നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ചങ്ങാതിമാരെ, അവനെന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. നമുക്കവനെ സമാധാനിപ്പിക്കാം. ചങ്ങാതി, ഞങ്ങൾ ആ കാണുന്ന മരത്തിലാണ് താമസിക്കുന്നത്. നീയും ഞങ്ങളുടെ കൂടെ ചേർന്നോളൂ. നമുക്കൊന്നിച്ച് സന്തോഷമായി കഴിയാം. നോക്കൂ, ഞാൻ ആരുടെയും ചങ്ങാതിയല്ല. എനിക്ക് ചങ്ങാതിമാരെ തീരെ ഇഷ്ടവുമല്ല. എന്റെ കാട്ടിലെ കുരങ്ങന്മാരുടെ ശല്യം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകും. ഞങ്ങൾ കാരണം നീ എങ്ങോട്ടും പോകണ്ട. നീ ഇവിടെ തനിച്ചിരുന്നോളൂ. നിന്നെ ശല്യപ്പെടുത്താൻ ഞങ്ങളാരും വരില്ല. പിന്നെ അവർ അവരുടെ കളിയിലും ചിരിയിലും മുഴുകി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അഹങ്കാരിയായ കുരങ്ങൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവനൊരു കുഴിയിൽ വീണു. വേട്ടക്കാർ ഒരുക്കിയ കെണിയായിരുന്നു അത്. കുഴിയിലെ മുള്ളുകളും കുപ്പിച്ചില്ലുകളും കൊണ്ട് അവന്റെ കൈകാലുകൾ മുറിഞ്ഞു. അവൻ എത്ര ശ്രമിച്ചിട്ടും തിരിച്ചു കയറാൻ കഴിഞ്ഞില്ല. അയ്യോ, അപ്പോൾ അതുവഴി പോയ കൂട്ടുകാർ ആ കരച്ചിൽ കേട്ടു. എന്താണെന്നറിയാൻ കുഴിയിലേക്ക് നോക്കിയപ്പോൾ അതിൽ കിടന്ന് കരയുന്ന കുരങ്ങിനെ അവർ കണ്ടു. ചങ്ങാതിമാരെ, എന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറ്റ്, അല്ലെങ്കിൽ വേട്ടക്കാരനെ കൊണ്ടുപോകും. ഇത് കേൾക്കേണ്ട താമസം നല്ലവരായ 3 പേരും കൂടി ആ അഹങ്കാരിയെ രക്ഷിച്ചു. അവന് തന്റെ തെറ്റു മനസ്സിലായി. കൂട്ടുകാരെ, എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോഴാണ് കൂട്ടുകാരുടെ വില മനസ്സിലായത്. ഞാനിനി ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കില്ല. ഇന്നു മുതൽ നമുക്ക് ഒരുമിച്ച് സന്തോഷമായി കഴിയാം. അന്നു മുതൽ അവർ നല്ല ചങ്ങാതിമാരായി മാറി. ഈ കഥയിൽ നിന്നും സൗഹൃദത്തിന്റെ വില നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാവരും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ബലൂണുകളെ കുറിച്ചുള്ള ഒരു പാട്ട് കേട്ടാലോ? Tell
നമുക്ക് സിംഹത്തെ പറ്റിച്ച സൂത്രശാലിയായ കുറുക്കന്റെ കഥ കേട്ടാലോ? പതിവ് പോലെ സിംഹരാജൻ ആഹാരം തേടി ഇറങ്ങി. പക്ഷേ വളരെ നേരം തിരഞ്ഞിട്ടും ഒരു ഇരയെപ്പോലും അവൻ കണ്ടില്ല. അങ്ങനെ വിശന്ന് തളർന്നു നടക്കുമ്പോൾ അവനൊരു ഗുഹ കണ്ടു. അവൻ ചിന്തിച്ചു, തീർച്ചയായും ഈ ഗുഹയിൽ ഒരു മൃഗം കാണും. ജീവി പുറത്തു വന്നാലുടൻ ഭക്ഷണമാക്കാം. അങ്ങനെ അവൻ ഗുഹയ്ക്കടുത്തുള്ള കുറ്റിക്കാട്ടിൽ കയറി പതുങ്ങിയിരിപ്പായി. കുറേ നേരം കഴിഞ്ഞിട്ടും ഒരു ജീവി പോലും വരാതിരുന്നപ്പോൾ ഇതിനുള്ളിലെ ജീവി പുറത്തു പോയിട്ടുണ്ടാകും എന്ന് അവന് മനസ്സിലായി. തിരിച്ചു വരുന്ന ജീവിയെ ചാടി പിടിക്കാമെന്ന് കരുതി അവൻ ഗുഹയ്ക്കുള്ളിൽ കയറി. സൂത്രശാലിയായ ഒരു കുറുക്കന്റെ ഗുഹയായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറുക്കൻ തിരിച്ചെത്തി. ഗുഹയ്ക്കുള്ളിൽ കയറാൻ തുടങ്ങിയപ്പോൾ പുറത്ത് മറ്റൊരു ജീവിയുടെ വലിയ കാൽപ്പാടുകൾ അവൻ കണ്ടു. അവന് കാര്യം മനസ്സിലായി. ഏതോ ജീവി എന്നെ ഭക്ഷണമാക്കാൻ അകത്ത് കാത്തിരിപ്പുണ്ട്. കുറച്ചു നേരം ചിന്തിച്ചപ്പോൾ അവനൊരു ബുദ്ധി തോന്നി. അവൻ ഗുഹയോട് ഉറക്കെ ചോദിച്ചു, ഹേ ഗുഹേ, ഹേ ഗുഹേ. കുറുക്കന് മറുപടി ഒന്നും കിട്ടിയില്ല. വീണ്ടും അവൻ ചോദിച്ചു, ഹേ ഗുഹേ, ഹേ ഗുഹേ, നീ എന്താണ് എന്നോടൊന്നും സംസാരിക്കാത്തത്? നീ എന്നോടൊന്നും സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. ഇന്ന് നിനക്കെന്ത് പറ്റി? നീ എനിക്ക് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് കാട്ടിലേക്ക് പോകും. ഗുഹയ്ക്കകത്തിരിക്കുന്ന സിംഹരാജൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മടയനായ സിംഹം ഈ ഗുഹയെന്നും കുറുക്കനോട് സംസാരിക്കാറുണ്ടെന്നും ഇന്ന് എന്നെ പേടിച്ചാണ് സംസാരിക്കാത്തതെന്നും കരുതി. അതുകൊണ്ട് ഇരയെ നഷ്ടപ്പെടാതിരിക്കാൻ ഗുഹയ്ക്ക് പകരം അവൻ സംസാരിച്ചു. വരൂ സഹോദര, വരൂ. നീ എന്താണെന്ന് ഇത്ര വൈകിയത്? സിംഹത്തിന്റെ ശബ്ദം കേട്ട കുറുക്കൻ ജീവനും കൊണ്ട് ഓടി. കുറേ നേരമായിട്ടും അനക്കമൊന്നും കേൾക്കാതിരുന്നപ്പോൾ സിംഹം ഗുഹയ്ക്ക് പുറത്തു വന്നു. പക്ഷെ ഒരു ജീവിയെപ്പോലും പുറത്ത് കാണാതിരുന്നപ്പോൾ അവന് തനിക്ക് പറ്റിയ മണ്ടത്തരം മനസ്സിലായി. അവൻ നാണിച്ച് തല താഴ്ത്തി. ബുദ്ധിശാലിയായ കുറുക്കൻ തക്ക സമയത്ത് തന്റെ ബുദ്ധി പ്രയോജനപ്പെടുത്തിയത് കൊണ്ട് സിംഹത്തിൽ നിന്നും രക്ഷപ്പെട്ടു. കൂട്ടുകാരായ 3 ആടുകളുടെയും കുറുക്കന്റെയും കഥയാണ് അടുത്തത്. കാടിനടുത്ത് അതിമനോഹരമായൊരു പുൽമേടുണ്ടായിരുന്നു. അവിടെയാണ് 3 മിടുമിടുക്കന്മാരായ മുട്ടനാടുകൾ മേഞ്ഞു നടന്നിരുന്നത്. അവർ വലിയ കൂട്ടുകാരായിരുന്നു. ഒരുമിച്ച് കളിച്ചും ഇളം പുല്ല് തിന്നും അരുവിയിലെ വെള്ളം കുടിച്ചും അവർ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ദുഷ്ടനായ ഒരു കുറുക്കൻ അവരെ കൊല്ലാൻ തക്കം നോക്കി നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ മേഞ്ഞു നടക്കാനെത്തുന്ന ആടുകളെ
കൊതിയോടെ അവൻ നോക്കുമായിരുന്നു. എന്നാൽ എന്നും ഒരുമിച്ച് നടക്കുന്ന ആടുകളെ ആക്രമിക്കാൻ അവന് ധൈര്യം വന്നില്ല. എന്നിട്ടും കൊതി അടക്കാനാവാതെ കുറുക്കൻ അവരുടെ മേൽ ചാടി വീണു. പിന്നത്തെ കാര്യം പറയാനുണ്ടോ? ആടുകൾ മൂന്നും ചേർന്ന് കുറുക്കനെ കൊമ്പുകൊണ്ട് കുത്തിയും കാലുകൊണ്ട് തൊഴിച്ചും ഓടിച്ചു. കുറുക്കനാകട്ടെ ജീവനും കൊണ്ട് പാഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആടുകൾ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുകയായിരുന്നു. അതിലൊരുത്തന് തന്റെ പ്രതിബിംബം അരുവിയിൽ കണ്ടപ്പോൾ ഒരു കാര്യം തോന്നി. കൂട്ടുകാരെ, കണ്ടില്ലേ? കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊമ്പുള്ളത് എനിക്കാണ്. കൂടുതൽ ശക്തിയും എനിക്ക് തന്നെ. എന്റെ കുത്തും തൊഴിയും കൊണ്ടാണ് ആ കുറുക്കൻ പേടിച്ചോടിയത്. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്ക് മേയുവാൻ ഇറങ്ങും. ചങ്ങാതി, ഇത്രയും നാൾ ആ കുറുക്കന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് നമ്മുടെ 3 പേരുടെയും ശക്തി കൊണ്ടാണ്. നീ ഒറ്റയ്ക്ക് പോയാൽ നിന്നെ തീർച്ചയായും അവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. പക്ഷേ അഹങ്കാരിയായ അവൻ അതൊന്നും വകവയ്ക്കാതെ പറഞ്ഞു, എന്റെ കൊമ്പിന്റെ കുത്തേറ്റാൽ ഏത് ശക്തനും ഓടിപ്പോകും. പിന്നെയാണ് ഈ പീറ കുറുക്കൻ. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ മേയുവാനിറങ്ങി. ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് വരുന്നത്. കാടിന്റെ ഭംഗി ആസ്വദിച്ച് അഹങ്കാരത്തോടെ നടന്ന അവൻ കുറുക്കന്റെ കണ്ണിൽപ്പെട്ടു. ഒറ്റയ്ക്ക് വന്ന ആടിനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. ഇത് തന്നെ പറ്റിയ അവസരം. അവൻ ആടിനുമേൽ ചാടി വീണു. മടയനും അഹങ്കാരിയുമായ ആടിന് ഒറ്റയ്ക്കായതുകൊണ്ട് തിരിച്ചൊന്നും ചെയ്യാനായില്ല. അവന്റെ നിലവിളി പോലും ആരും കേട്ടില്ല. മറ്റു 2 പേരാകട്ടെ പുതിയ കൂട്ടുകാരുമൊത്ത് വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. അഹങ്കാരിയായ ആടിന്റെ അവസ്ഥ കണ്ടോ? അഹങ്കാരം മൂലം അവന് സ്വന്തം ജീവൻ തന്നെ നഷ്ടമായി. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം വിനയത്തോടെ പെരുമാറാൻ പഠിക്കണം. അഹങ്കാരം മനസ്സിൽ നിന്നും പൂർണ്ണമായി നീക്കുകയും വേണം. അടുത്തത് 2 കുഞ്ഞു കിളികളെ പറ്റിയുള്ള പാട്ടാണ്. കൂട്ടുകാരെല്ലാം കൂടെ പാടാൻ മറക്കരുതേ. കൊതിയന്മാരായ കരടിക്കുട്ടന്മാരുടെ കഥയാണ് അടുത്തത്. പാറക്കെട്ടിലെ 2 ഗുഹകളിലായിരുന്നു കൂട്ടുകാരായ 2 കരടിക്കുട്ടന്മാർ താമസിച്ചിരുന്നത്. അടുത്തുള്ള പുഴയിലെ മീനുകളായിരുന്നു അവരുടെ പ്രധാന ആഹാരം.
വിശേഷമായി എന്ത് കിട്ടിയാലും അവർ പങ്കുവെച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുഞ്ഞൻ കരടി അടുത്തുള്ള കാട്ടിലേക്ക് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. പോകുന്ന വഴിയിൽ മനോഹരമായ കുറച്ച് പഴങ്ങൾ അവൻ കണ്ടു. കൊതിയോടെ അതിലൊരെണ്ണം അവൻ പറിച്ചു തിന്നു. അത്രയും രുചികരമായ പഴം അതിനു മുമ്പ് അവൻ കഴിച്ചിട്ടേയില്ല. പിന്നീട് ബാക്കിയുള്ള പഴങ്ങളും പറിച്ച് തന്റെ ഗുഹയിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ ആ കൊതിയൻ ചിന്തിച്ചു, ഈ പഴങ്ങൾ ഗുഹയിൽ കൊണ്ടുചെന്നാൽ പകുതി ആ തടിയന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പഴങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാം. രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷം വന്ന് പഴങ്ങൾ തിന്നാം. അങ്ങനെ പഴങ്ങൾ ഒളിപ്പിച്ച ശേഷം അവൻ ഗുഹയിലേക്ക് നടന്നു. അവിടെ തടിയൻ കരടി കുറച്ചു പഴങ്ങളുമായി കാത്തിരിപ്പുണ്ടായിരുന്നു. ആ പഴങ്ങൾ പങ്കിട്ട് കഴിച്ച ശേഷം അവൻ ഉറങ്ങാൻ പോയി. നേരം പാതിരാത്രിയായി. കുഞ്ഞൻ കരടി ഗുഹയ്ക്ക് പുറത്തിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ അവൻ പഴങ്ങൾ ലക്ഷ്യമാക്കി നടന്നു. കൊതിയോടെ പാറയിടുക്കിലേക്ക് നോക്കിയ അവൻ കണ്ടത് താൻ കൊണ്ടുവച്ച പഴങ്ങൾ തിന്നുന്ന കുരങ്ങന്മാരെയാണ്. നല്ലവനായ കൂട്ടുകാരനൊപ്പം പങ്കിട്ട് കഴിച്ചിരുന്നെങ്കിൽ പകുതിയെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു. തന്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയുമാണ് ഇതിന് കാരണമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ നിരാശയോടെ തന്റെ ഗുഹയിലേക്ക് മടങ്ങി. സ്വാർത്ഥത കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് കൂട്ടുകാർ ഈ കഥയിലൂടെ മനസ്സിലാക്കിയില്ലേ? ഇനി ഒരു കുട്ടിക്കൊമ്പിന്റെയും കുറെ കൂട്ടുകാരുടെയും കഥ കേട്ടാലോ? കാട്ടിലൊരു ആനക്കുട്ടി പിറന്ന വിവരമറിഞ്ഞ എല്ലാവരും രാവിലെ തന്നെ അവിടേക്ക് പുറപ്പെട്ടു. അങ്ങനെ മൃഗങ്ങളെല്ലാം രാവിലെ തന്നെ ആനക്കുട്ടിയുടെ ചുറ്റും കൂടി. തടിച്ചുകൂടിയ മൃഗങ്ങളുടെ ശബ്ദം കേട്ട് കുട്ടിക്കൊമ്പൻ പതുക്കെ കണ്ണു തുറന്നു. അവൻ ആകാംക്ഷയോടെ എല്ലാവരെയും നോക്കി. പല നിറത്തിലുള്ള മൃഗങ്ങളെ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ നിരാശനായി. താനും തന്റെ അമ്മയും മാത്രം കറുത്തിരിക്കുന്നു എന്നവന് തോന്നി. അവൻ വിഷമത്തോടെ അമ്മയുടെ പിന്നിലേക്ക് ഒളിച്ചു. അങ്ങനെ അവന് പുറത്തിറങ്ങാൻ പോലും ഇഷ്ടമില്ലാതായി. കൂട്ടുകാർ എത്ര വിളിച്ചിട്ടും കളിക്കുവാൻ പോലും അവൻ പോയില്ല. തീറ്റ തേടുവാനും അവൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം അമ്മയെ തേടി ഒരു മാൻ ഓടിയെത്തി. കൂട്ടുകാരെല്ലാവരും കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് രക്ഷിച്ചില്ലെങ്കിൽ അവരെ വേട്ടക്കാർ കൊണ്ടുപോകും. അപ്പോൾ തന്നെ അമ്മയാന പുറപ്പെട്ടു. കൂട്ടുകാരെ രക്ഷിക്കുന്നത് കാണാനായി കുട്ടിക്കൊമ്പനും കൂടെ ചെന്നു. എത്തിയ ഉടൻ തന്നെ ആനയമ്മ കൂടെല്ലാം തല്ലി തകർത്ത് കൂട്ടുകാരെ എല്ലാം രക്ഷിച്ചു. ഇതെല്ലാം അത്ഭുതത്തോടെ കണ്ട ആനക്കുട്ടിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ ഒരു കാര്യം അവന് മനസ്സിലായി. തന്റെ അമ്മയുടെ ശക്തിയാണ്
കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ചത്. ഞാൻ വലുതാകുമ്പോൾ അമ്മയേക്കാൾ ശക്തനാകും. അന്നു മുതൽ ആനക്കുട്ടി സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും നടന്നു. ചെറിയ ചെറിയ കുറവുകൾ ഓർത്ത് ദുഃഖിച്ച് നേരം കളയാതെ ഉള്ളിലുള്ള വലിയ കഴിവുകൾ കണ്ടെത്തി അതിനായി പരിശ്രമിക്കുക. ഞാൻ പറഞ്ഞ കഥകളെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? ഇനിയും രസകരമായ ഒരുപാട് കഥകളുമായി ഞാൻ വീണ്ടും വരും. അത് കേൾക്കാനായി കൂട്ടുകാരെല്ലാം കാത്തിരിക്കുമല്ലോ, അല്ലേ? ടാറ്റാ.